കണ്ണൂരിൽ പാമ്പുകടിയേറ്റു മരണം. തളിപ്പറമ്പ് മുതുകുട സ്വദേശി നബീസയാണ് മരിച്ചത്. വെള്ളിയാഴ്ചയാണ് നബീസയ്ക്ക് പാമ്പുകടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരാഴ്ചക്കിടെ പാമ്പുകടിയേറ്റു മരിക്കുന്ന നാലാമത്തെ ആളാണ് നബീസ. കൊല്ലത്ത് ഒരാൾക്ക് പാമ്പുകടിയേറ്റു. രാമൻകുളങ്ങര സ്വദേശി സുദേവനാണ് രാവിലെ പാമ്പുകടിയേറ്റ് എറണാകുളം ചെറായിലെ റിസോർട്ടിൽ താമസിക്കാൻ എത്തിയ യുവതിക്കും പാമ്പിന്റെ കടിയേറ്റു. കോയമ്പത്തൂർ സ്വദേശിനി ഷാർമിളയെ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നും സംസ്ഥാനത്ത് പാമ്പുകളുടെ ആക്രമണത്തിന് കുറവില്ല. പാമ്പ് കടിയേക്കുന്ന നിരവധി ആളുകളുടെ വാർത്തകൾ പുറത്തു വരുന്നു. ചൂട് കനത്തതാണ്. ഇനിയും സമാനമായ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇവിടെ എറണാകുളത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചെറായിലെ റിസോർട്ടിലെത്തിയ യുവതിക്ക് പാമ്പുകടിയേറ്റതാണ്. ഷർമിള എന്ന് പറയുന്ന കോയമ്പത്തൂർ സ്വദേശിനിയാണ് പാമ്പുകടിയേറ്റത്. കണ്ണൂരിൽ അതുപോലെ ഒരു വൃദ്ധ പാമ്പുകടിയേറ്റ് മരിച്ചിട്ടുണ്ട്. നബീസ എന്നാണ് അവരുടെ പേര്. അതുപോലെ പാലക്കാട് പാമ്പുകടിയേറ്റിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ന് പാമ്പുകടിയേറ്റവരുടെ എണ്ണം എറണാകുളത്ത് 1, അതുപോലെ കൊല്ലത്ത് 2 പേരാണ്, കോഴിക്കോട് 1, മലപ്പുറത്ത് 1 എന്നുള്ളതാണ്. അതുപോലെ സസ്പെക്ടേഴ്സ് ഉള്ളത്, സ്നേക്ക് ബൈറ്റ് കേസസിൽ സസ്പെക്റ്റഡ് ഇഷ്യൂസ് ഉള്ളത് കണ്ണൂരിൽ നിന്ന് 1, കൊല്ലത്ത് 1, കോഴിക്കോട് 1 ടോട്ടൽ ഈ 3 പേരാണ് സസ്പെക്റ്റഡ് കേസസിലുള്ളത്. അതുപോലെ 5 പേരാണ് നിലവിൽ പാമ്പുകടിയേറ്റിട്ടുള്ളത്. ദിനം പ്രതി പാമ്പുകടി ഏറുന്ന ഒരു സാഹചര്യത്തിൽ പാമ്പിൻ്റെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യം തന്നെയാണ്. ചൂട് കൂടുന്നതനുസരിച്ചിട്ട് സൂര്യാതപവും അതുപോലെ പാമ്പുകടിയും വലിയ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് തന്നെ സംസ്ഥാന സർക്കാർ വിരൽ ചൂണ്ടുകയാണ്. നിരവധി മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പാമ്പുകടി ഏൽക്കുന്നു. പ്രദേശം തണുപ്പുള്ള സാഹചര്യമൊക്കെ തിരിഞ്ഞ് പാമ്പുകൾ എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇത്ര വലിയ ഒരു ആളുകൾ, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് പാമ്പുകടി ഏൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. മുൻപുള്ളതിലധികം ചൂട് അതിക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ ചെടികൾ നനയ്ക്കുമ്പോഴും വീടിന് തണുപ്പുള്ള ഭാഗങ്ങളിലും വൃക്ഷങ്ങളുടെ തണുപ്പുള്ള ഭാഗങ്ങളിലും ഒക്കെ ഈ ഇഴജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത് നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വാഷ്റൂം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള വാൽവുകൾ, അതുപോലെ അവിടേക്കുള്ള പൈപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. ഒരു നെറ്റെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായത്. വീട്ടിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യതകൾ എല്ലാം അടയ്ക്കുക. ജനാല വഴിയാണെങ്കിൽ അതിനെ വീടിൻ്റെ അടുത്തേക്ക് കിടക്കുന്ന വൃക്ഷത്തലപ്പുകളോ അതല്ലെങ്കിൽ മറ്റു വള്ളിച്ചെടികളോ ഒക്കെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പ്രധാനമായിട്ടും ചൂട് കൂടുന്നതിനിടയിൽ ഈ വീടുകളിൽ നനവുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഇഴജന്തുക്കൾ കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് പാമ്പ് അപകടകാരി ആയതുകൊണ്ട് തന്നെ മറ്റു ജീവികളൊക്കെ ഈ ഒരു തണുപ്പ് തേടി എത്തുന്നുണ്ടെങ്കിൽ പോലും പാമ്പ് അപകടകാരി ആയതുകൊണ്ട് തന്നെ അത് അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിവെനം എല്ലാ ആശുപത്രികളിലും ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശവുമുണ്ട്. ആൻറ്റിവെനം ഈ നമ്മൾ നേരത്തെ മുൻപൊക്കെ ഇത്തരം പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം മൂർഖന് അതിൻ്റേതായ ആൻറ്റിവെനം ഉണ്ടാവണം, ശംഖുവരന് അതിൻ്റേതായ ആൻറ്റിവെനം ഉണ്ടാവണം. ചില ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്ന ഒരു രീതി കൂടിയുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നും ഇത് ഏത് പാമ്പാണ് കടിച്ചതെന്നുള്ള അറിയാനുള്ള ടെസ്റ്റുകളൊക്കെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.